നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നത്. 47 രാഷ്ട്രം സ്വാതന്ത്ര്യം നേടി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയുള്ള വേട്ട അവസാനിച്ചോ? ഇല്ല. അതാണ് പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വേട്ടയാടപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഈ നാട്ടിലില്ല. എന്തുകൊണ്ട്? രൂപീകരണം മുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ബ്രിട്ടന്റെ വേട്ടയാടൽ. ആ വേട്ടയാടലിന്റെ നേർചിത്രമാണ് പറഞ്ഞത്. നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാരെല്ലാം കൊല്ലക്കണക്കിന് ജയിലടക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട അനുഭവം. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴോ വേട്ടക്കാരുടെ റോളിൽ കോൺഗ്രസ് സർക്കാർ വന്നു. പീഡനങ്ങൾക്കൊരു മാറ്റവും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ കമ്മ്യൂണിസ്റ്റ് വേട്ട. എത്രയെത്ര വേദനാജനകമായ അനുഭവങ്ങളെ നേരിടേണ്ടി വന്നു നമ്മുടെ പാർട്ടിക്ക്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. 48 ഒഞ്ചിയം വെടിവെപ്പുണ്ടാകും. മലബാറിലെ കാര്യം മാത്രം നിങ്ങൾ നോക്കൂ. മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു നമ്മുടെ ഈ നാട് ഉൾപ്പെടെ മലബാർ. അന്നവിടെ പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസിന്റെ നേതാവ് കോഴിപ്പുറത്ത് മാധവ മേനോനായിരുന്നു. അദ്ദേഹമാണ് മന്ത്രി. കമ്മ്യൂണിസ്റ്റ് വേട്ടയ്ക്ക് കുപ്രസിദ്ധി ആർജിച്ചയാളായിരുന്നു അദ്ദേഹം. ഒഞ്ചിയത്തെ ഓരോ വീട്ടിലും കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞു ചെന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 10 പേരെയാണ് അന്ന് കൊന്നത്. 8 പേർ പോലീസ് വെടിവെച്ച് കൊന്നു. 2 പേരെ പോലീസ് മർദ്ദിച്ചു കൊന്നു. ഒഞ്ചിയം രക്തസാക്ഷികൾ 10 പേരാണ്. 948 മൊയാരത്ത് ശങ്കരൻ കൊല്ലപ്പെടുന്നു. കോൺഗ്രസിന്റെ നേതാവായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്ര ഗ്രന്ഥം രചിച്ച നേതാവാണ് മൊയാരത്ത് ശങ്കരൻ. പക്ഷെ പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി കോൺഗ്രസുകാർ കൊല്ലാൻ തീരുമാനിച്ചയാളായിരുന്നു മൊയാരത്ത് ശങ്കരൻ. അദ്ദേഹത്തെ മർദ്ദിച്ചവശനാക്കി കള്ളക്കേസിൽ പ്രതി ചേർത്ത് ജയിലിലടച്ച് ജയിൽ വെച്ച് അടിച്ചു കൊന്നു. സ്വതന്ത്ര കേരളത്തിൽ എന്ന് വെച്ചാൽ കേരളം രൂപീകരിക്കപ്പെട്ടില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി ഈ ഇന്നത്തെ കേരളത്തിന്റെ ഭൂപ്രദേശത്ത് കൊല ചെയ്യപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് മൊയാരത്ത് ശങ്കരൻ. കൊന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ സഖാക്കൾക്കോ ആ മൃതദേഹം പോലും വിട്ടുകൊടുക്കാൻ അധികാരികൾ തയ്യാറായില്ല. ഇന്നും മൊയാരത്ത് ശങ്കരനെ സംസ്കരിച്ചത് എവിടെ? ആർക്കും അറിഞ്ഞുകൂടാ. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഇരുണ്ട ഇടനാഴികളിൽ എവിടെയോ ഒരു കുഴിവെട്ടി മൂടിക്കളഞ്ഞു, ഒരു അനാഥ പ്രേതമെന്ന പോലെ. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഏതാണ്ട് അതേ സമയത്ത് ശൂരനാട് തിരുവിതാംകൂറിലും കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്നു. അങ്ങനെ ശൂരനാട് 10 പേരാണ് രക്തസാക്ഷിത്വം വരിച്ചത്. 2 പേരുടെ മൃതദേഹം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവിടെ ചാർജ് ചെയ്ത കള്ളക്കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുമ്പോഴാണ് സഖാവ് തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിക്കുന്നത്. നാട്ടിലെമ്പാടും നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആ നാടകം രചിക്കുന്നത്. 950 പാടിക്കുന്ന രക്തസാക്ഷികൾ. കള്ളക്കേസെടുക്കുക രാഷ്ട്രീയ അധികാരം കൊണ്ട്. അങ്ങനെ ജയിലടച്ച ശേഷം ജയിലിൽ നിന്നും കള്ളജാമ്യത്തിൽ എടുക്കുക. ബന്ധുക്കളോ പാർട്ടി സഖാക്കളോ ഒന്നും അറിയില്ല ജാമ്യത്തിലെടുത്തത്. പോലീസ് തന്നെ ജാമ്യത്തിലെടുത്തു. എന്നിട്ട് കൈകളിൽ വിലങ്ങണിയിച്ച് ഇൻസ്പെക്ടർ റേ എന്ന പോലീസുകാരന്റെ നേതൃത്വത്തിൽ പാടിക്കുന്നിൽ കൊണ്ടുവന്ന് വെടിവെച്ച് കൊന്ന 3 പേരാണ് രേഖ നമ്പ്യാരും കുട്ടിയാപ്പയും ഗോപാലും. അവരാണ് പാടിക്കുന്ന് രക്തസാക്ഷികൾ. ഈ കഴിഞ്ഞ 4-ാം തീയതി അവരുടെ രക്തസാക്ഷി ദിനമായി. എന്തിനധികം പറയുന്നു, ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട 1980 ജനുവരി 26 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. കൃത്യം 15 ദിവസം പിന്നിട്ടപ്പോഴാണ് സേലം ജയിലിൽ വെച്ച് 22 കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊന്നുകളഞ്ഞു. മലബാറിലെ കർഷക സമര സേനാനികളായിരുന്നു അതിൽ മഹാഭൂരിപക്ഷം. സേലം ജയിൽ അനക്സിനുള്ളിൽ കർഷക സമരത്തിൽ പങ്കെടുത്തതിന്
ജയിലിലടച്ച സമരസേനാനികളെ ഓരോരുത്തരെയായി വെടിവെച്ചു കൊന്നു. ഇപ്പൊ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ കോഴിപ്പുറത്ത് മാധവ മേനോന്റെ ആജ്ഞയനുസരിച്ച് വധശിക്ഷ നടപ്പാക്കി എന്നാണ് ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത്. മിനി ജാലിയൻ വാലാബാഗ് എന്നാണ് സേലം ജയിൽ വെടിവയ്പ് അറിയപ്പെടുന്നത്. നിരായുധരായ നിസ്സഹായരായ കർഷക സമര സേനാനികളെ ജയിലിനകത്ത് വെച്ച് വെടിവെച്ചു കൊന്നു 22 പേര്. ഇതൊക്കെ നേരിട്ട പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ഈ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ പ്രസ്ഥാനം കടന്നു വന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 10 വയസ്സ് പ്രായമാകുമ്പോഴാണ് 1957 കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നു. EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. വിമോചന സമരത്തെ തുടർന്ന് രാഷ്ട്രീയാധികാരം ദുരുപയോഗം ചെയ്ത് ഭരണഘടനാ വിരുദ്ധമായ നടപടി നെഹ്റു ഗവൺമെന്റ് സ്വീകരിച്ചതിന്റെ ഭാഗമായി EMS ഗവൺമെന്റിനെ 59 പിരിച്ചുവിട്ടു. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതൽ കടന്നു പോകുന്നു. അതിനുശേഷം 60 തെരഞ്ഞെടുപ്പുണ്ടായി. 60 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഓരോ പ്രദേശങ്ങളിലും 60 തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് കുടിയിറക്കൽ നിരോധന നിയമം ബില്ല് കൊണ്ടുവന്ന ഗവൺമെന്റാണ് EMSന്റെ ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കുടിയന്മാർ ഒരു തുണ്ട് ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യ പടി ഈ കേരളത്തിൽ നിയമം മൂലം ഉറപ്പാക്കിയതിന്റെ ആവേശത്തോടെ ഈ പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കാൻ സന്നദ്ധരായി കടന്നു വരുന്ന ഒരു കാലമാണ്. അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജന്മിമാരും ഗുണ്ടകളും ഒരു തിട്ടൂരമിറക്കി. പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, അധസ്ഥിതർ, കുടിയാന്മാർ അവരുടെ വീടുകൾ കയറിയിറങ്ങി വോട്ട് ചെയ്യാൻ പാടില്ല, അതാണ് നിർദ്ദേശം. ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോ നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് 100 നാവാണ്. അവർ ജനാധിപത്യവാദികളായി മാറിയിട്ടുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ആ കോൺഗ്രസ് ആണെന്ന് കേരളത്തിൽ പലയിടങ്ങളിലും ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും ഒക്കെയായ കുടിയാന്മാരോട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം അവഗണിച്ച് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തതിനാണ് ആലപ്പുഴയിലെ വെൺമണി ചാത്തനെ, നീലിമംഗലം ദാമോദരനെ, കോട്ടൂർ കുഞ്ഞുകുഞ്ഞിനെ, അങ്ങനെ എത്ര പേരെ കേരളത്തിൽ കൊന്നുതള്ളി. കൊന്നുകൾ എന്തിന്? വോട്ട് ചെയ്തു. വോട്ട് ചെയ്തതിന് വധശിക്ഷ വിധിച്ചവരാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ്. ഇപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ കടന്നു വന്നാൽ ഈ നാട് പിന്നെ കോൺഗ്രസിനെ ബാക്കി വെക്കുകയുമില്ല. അതിന്റെ ഭാഗമായി ഇപ്പൊ കോൺഗ്രസ് ചിലപ്പോ ഇത്തിരി വഴിമാറിയിട്ടുണ്ടാകും. പക്ഷെ ഇന്നലകളിലെ കോൺഗ്രസ് ഇതാണ്. സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രീയാധികാരം ഉപയോഗിച്ച് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് വേട്ടയാടി കൊല്ലാൻ നേതൃത്വം കൊടുത്തവർ, വോട്ട് ചെയ്യരുതെന്ന നിർദ്ദേശം അവഗണിച്ച ഈ നാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ കൊന്നൊടുക്കിയവർ, ഇതിനെല്ലാം നേരിട്ടാണ് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. ഞാൻ ഈ ചരിത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചത് ഇന്നത്തേതുപോലെ ആയിരുന്നില്ല ഇന്നലകളിലെ കേരളീയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് സൂചിപ്പിക്കാനാണ്. കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഒരു കാലം, ജയിലിലടയ്ക്കപ്പെടുമോ കൊല്ലപ്പെടുമോ എന്ന് തീർച്ചപ്പെടുത്താനാവാത്ത ഒരു കാലം, ദുരിതങ്ങളെയും അപകടങ്ങളെയും മാത്രം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാലം. എന്നിട്ടും നമ്മുടെ പൂർവ്വസൂരികളായ ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയേന്തി ഇറങ്ങി പുറപ്പെട്ടത് ഈ നാട്ടിൽ സമത്വസുന്ദരമായ ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ്. അടിമകളും ഉടമകളും ഇല്ലാത്തൊരു കാലം, എല്ലാ മനുഷ്യരും
സാഹോദര്യത്തോടെ പുലരുന്ന ഒരു കാലം, ചൂഷണമില്ലാത്തൊരു കാലം, ആത്മാഭിമാനത്തോടെ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു കാലം വരും. ആ കാലം സൃഷ്ടിക്കലാണ് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ദൗത്യം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ പതാകയ്ക്ക് കീഴിൽ ഒരു തലമുറയെ അണിനിരത്താൻ അവർ ശ്രമിച്ചത്. ആ തലമുറയുടെ ഭാഗമായിരുന്നു CK എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. സ്വന്തമായി ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ ഏത് ആക്രമണത്തെയും ഏത് നേരവും പ്രതീക്ഷിക്കണം എന്ന സാഹചര്യത്തിലും വരാനിരിക്കുന്ന ഒരു കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് എന്തു ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായി ഈ നാട്ടിൽ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത തലമുറയുടെ ഭാഗമായിരുന്നു CK. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട് ആദ്യമായി രൂപീകരിച്ച ജില്ലാ കമ്മിറ്റി, പാർട്ടി ജില്ലാ കമ്മിറ്റി അദ്ദേഹം അംഗമായി. പിന്നീട് വിവിധ തലങ്ങളിൽ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ജീവിത പ്രാരാബ്ദങ്ങളുമായി ഏറ്റുമുട്ടുമ്പോഴും തന്റെ തൊഴിലാളി വർഗക്കൂറും രാഷ്ട്രീയ ബോധ്യങ്ങളും അദ്ദേഹം അടിയറ വെച്ചതേയില്ല. ഒടുവിൽ ഈ കഴിഞ്ഞ കൊല്ലം യാത്ര പറയുന്ന ഘട്ടത്തിലും പാർട്ടി അംഗമായാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. അത്തരം ധന്യമായ രാഷ്ട്രീയ ജീവിതങ്ങളെ നമ്മുടെ നാട് സ്നേഹപൂർവ്വം എല്ലാ കാലവും ഓർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളവരെല്ലാം CK നേരിട്ടറിയുന്നവരാവും. എന്നാൽ 10-25 കൊല്ലം കഴിയുമ്പോഴോ, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ, 100 കൊല്ലം കഴിഞ്ഞാൽ വ്യക്തിപരമായി അറിയുന്നവരുണ്ടാവില്ല. പക്ഷേ എനിക്കുറപ്പുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും, പതിറ്റാണ്ടുകളും എണ്ണമറ്റ നൂറ്റാണ്ടുകൾ തന്നെ കടന്നുപോയാലും, പരപ്പനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും എന്നുവരെ മനുഷ്യനുണ്ടാകുമോ അന്നുവരെ CK ഇതേ വികാരാവേശത്തോടെ അനുസ്മരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവരെല്ലാം, CKയും അദ്ദേഹത്തിന്റെ തലമുറയും ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി സ്വജീവിതം സമർപ്പിച്ചവരാണ്. അവരുടെ എല്ലാം സംഘടിതമായ സമർപ്പിത ജീവിതത്തിന്റെ കൂടി നേട്ടമാണ്, അതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, ഇന്നത്തെ മെച്ചപ്പെട്ട സമൂഹം, മെച്ചപ്പെട്ട ജീവിതം. അതെല്ലാം ഒരു തലമുറയുടെ സമർപ്പിത പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇനിയും നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത് ഈ നേട്ടങ്ങളെ കൂടുതൽ ദൃഢീകരിക്കാൻ, കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കാൻ, കൂടുതൽ നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ, വെല്ലുവിളികളെ നേരിട്ട് ശരിയായ രാഷ്ട്രീയ ധാരയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അതിനുതകുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് CPIM ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തിക വിശകലനങ്ങളിലേക്കൊന്നും ഇവിടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒറ്റവാചകത്തിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്ന് ചോദിച്ചാൽ അതിന്റെ ദാർശനിക തത്വചിന്താപരമായ വിശകലനങ്ങളൊക്കെ മാറ്റിവെച്ചാലും നമുക്ക് കാണാൻ കഴിയും, ഇന്നും ലോകത്തിലെ മുഴുവൻ മനുഷ്യരും 800 കോടിയോ മറ്റോ മനുഷ്യരുണ്ട് എന്നാണ് അത്ര കണക്ക്. മുഴുവൻ മനുഷ്യരും സുഖസമൃദ്ധമായി ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതാണ് കണക്ക്. അത് ശാസ്ത്രീയമായ പരിശോധനയാണ്. ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും സമ്പൽ സമൃദ്ധമായി ജീവിക്കാൻ, സംതൃപ്തമായി ജീവിക്കാൻ ആവശ്യമായത്ര സമ്പത്ത് ഈ ഭൂമിയിലുണ്ട്, വിഭവങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും കോടാനുകോടി വരുന്ന മനുഷ്യർ പട്ടിണി കിടക്കേണ്ടി വരും, പട്ടിണി കിടന്ന് മരിച്ചുപോകും. ഇതെന്തുകൊണ്ട്? ഈ ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അടിത്തറ. എല്ലാവർക്കും സമൃദ്ധമായി ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കോടാനുകോടി വരുന്ന മനുഷ്യർ
പട്ടിണി കിടന്ന് നരകിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മുന്നിലാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പ്രസക്തമായി മാറുന്നത്. അതിനു കാരണം മുതലാളിത്തത്തിന്റെ ഹൃദയശൂന്യമായ ചൂഷണമാണ്. ആ ചൂഷണത്തിനെതിരെ മനുഷ്യരെയും രാഷ്ട്രത്തെയും ചൂഷണം ചെയ്യാത്ത ഒരു ലോകം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നത് ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ജീവിത പ്രയാസങ്ങളുടെയും നരകക്കയങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടണം എന്ന ചിന്തയുള്ളത് കൊണ്ടാണ്. അതിന് പ്രേരിപ്പിക്കുന്നത് മനുഷ്യ സ്നേഹമാണ്. മാർക്സിസം എന്നാൽ മനുഷ്യ സ്നേഹം എന്നതാണ് ഏറ്റവും ശരിയായ നിർവചനം. മാർക്സിസത്തിൽ നിന്ന് മനുഷ്യ സ്നേഹം കുറച്ചാൽ പിന്നെ കാര്യമായി ബാക്കിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സഹജാതരായ ഈ ലോകത്തിലെ സകല മനുഷ്യരും ഏറ്റവും സംതൃപ്തമായി ജീവിക്കുന്ന ഒരു ലോകം വരണം എന്നാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ തടസ്സം മുതലാളിത്തത്തിന്റെ മനുഷ്യത്വമില്ലാത്ത ചൂഷണമാണ്. മുതലാളിത്തം ഏതാനും കൈകളിൽ മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിന് സഹായകരമായ സാമൂഹ്യ വ്യവസ്ഥയാണ്. എല്ലാവർക്കും അവകാശപ്പെട്ട ലോകത്തിന്റെ സമ്പത്ത് ചുരുക്കം ചില കൈകളിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്നു. അതാണ് മുതലാളിത്തത്തിന്റെ ദൗർബല്യം. അതുകൊണ്ടാണ് രാജ്യങ്ങളെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള കോടീശ്വരന്മാരും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത പട്ടിണി പാവങ്ങളും ഈ ലോകത്തിലുണ്ടാവും. അതിന് അന്ത്യം കുറിക്കണം എന്നതാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും സ്വപ്നം. ഇപ്പൊ ചൈനയെ കുറിച്ച് പലരും പല വിമർശനങ്ങളും ഉന്നയിക്കുന്നു. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. പക്ഷെ ചൈനയിൽ ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് വിമർശനമുള്ളവർ വിമർശിക്കട്ടെ. ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകാൻ CPIM-ന് ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, ചൈന ലോകത്തിന്റെ മുൻപാകെ മഹത്തായ ഒരു നേട്ടം ഇപ്പോൾ പ്രഖ്യാപിക്കും. അത് മറ്റൊന്നുമല്ല, ചൈനയിൽ അതിദരിദ്രരില്ല എന്നതാണ് ആ നേട്ടം. എന്ന് വെച്ചാൽ പട്ടിണി പാവങ്ങളില്ലാത്ത രാജ്യമായി ചൈന മാറിയിരിക്കുന്നു എന്നതാണ് ചൈനയിൽ നിന്നും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. 1949-ലാണ് ചൈന ജനകീയ ചൈനയായി മാറുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം അന്നു മുതൽ അവിടെ തുടർന്നു പോരുന്നു. അവിടെ പട്ടിണി ഇല്ലാതാക്കാനുള്ള ഭഗീരഥ പരിശ്രമമാണ് ചൈനീസ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ചൈന. ഇപ്പൊ നമ്മളാണ് ജനസംഖ്യയിൽ കുറച്ചും കൂടി മുന്നിൽ എന്ന് പറയുന്നുണ്ട്. കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. 2011 ശേഷം കാനേഷുമാരി ഉണ്ടായിട്ടില്ല, സെൻസസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു ഊഹക്കണക്കാണ്. ഇനി ഇന്ത്യ ആണെന്നിരിക്കട്ടെ അല്ലെന്നിരിക്കട്ടെ. പക്ഷെ എന്തായാലും ലോകത്തിലെ ഗണ്യമായ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യം, ആ രാജ്യം പട്ടിണി തുടച്ചു നീക്കാൻ പതിറ്റാണ്ടുകളായി നടത്തുന്ന പരിശ്രമങ്ങൾ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. ദരിദ്രരില്ലാത്ത പട്ടിണി പാവങ്ങളില്ലാത്ത രാജ്യമായി ചൈന മാറി. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള പട്ടിണി സൂചിക, ആഗോള വിശപ്പ് സൂചിക, ആ വിശപ്പ് സൂചികയിൽ 127 രാജ്യങ്ങളാണുള്ളത്. ആ 127 രാജ്യങ്ങളിൽ ചൈന ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിൽ ഇപ്പോൾ പട്ടിണിയുള്ളത് 127 രാജ്യങ്ങളിലാണ്. ചൈന ഉൾപ്പെടെ കുറെ രാജ്യങ്ങളിൽ പട്ടിണിയില്ല. നമ്മുടെ രാജ്യമോ ആ പട്ടിണി പട്ടികയിൽ ഏറ്റവും പുറകിലാണ്, 105-ാം സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ ഇനി അതിദരിദ്രരായ ശിഥില സമ്പദ്ഘടനയുള്ള ചില ചെറു രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോഴും പട്ടിണി പാവങ്ങളുടെ റിപ്പബ്ലിക്കായി നിലകൊള്ളുന്നു. മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഏതൊരു രാജ്യത്തിന്റെ സാരഥ്യം കമ്മ്യൂണിസ്റ്റുകാർ കൈയാളുന്നുവോ അവരുടെ അടിയന്തര പരിഗണന പട്ടിണി ഇല്ലാതാക്കുക എന്നതാണ്. എല്ലാ രംഗങ്ങളിലും പുരോഗതി ആർജിക്കുന്നതിന്റെ ആദ്യപടി പട്ടിണിക്ക് പരിഹാരം കാണലാണ്. അതിന് കമ്മ്യൂണിസ്റ്റുകാരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മനുഷ്യ സ്നേഹമാണ്. ആ മനുഷ്യ സ്നേഹത്തിൽ പ്രചോദിതമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നത്. 1970-കളിൽ ചിലിയുടെ കാവ്യവസന്തം എന്നറിയപ്പെട്ട മഹാനായ സാഹിത്യ നായകനായിരുന്നു പാബ്ലോ നെരൂദ. ചിലിയുടെ ദേശീയ കവിയായിരുന്നു.
അദ്ദേഹം രക്തസാക്ഷി കൂടിയില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. പാബ്ലോ നെരൂദയ്ക്ക് ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി വന്നപ്പോൾ തന്റെ മനസ്സിലുണ്ടായ മാറ്റം പ്രതിഫലിപ്പിച്ചുകൊണ്ട് നെരൂദ അന്നൊരു കവിത എഴുതി. ആ കവിതയുടെ പേര് എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് എന്നാണ്. എന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം ലഭിച്ചപ്പോൾ മനസ്സിലുണ്ടായ മാറ്റം, അതാണ് ആ കവിതയിൽ അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത്. ആ കവിതയുടെ എല്ലാ വരികളിലേക്കും കടന്നു പോകണമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിന്റെ ആദ്യത്തെ വരി പക്ഷേ ഇങ്ങനെയാണ്: അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. അതാണ്. ഞാൻ കൂടുതൽ വരികളിലേക്ക് കടന്നു പോകുന്നേയില്ല. ഈ കൂട്ടത്തിൽ വിദ്യാർത്ഥികളും വായനാശീലമുള്ളവരും ഉണ്ടാവും. അവരാ കവിത തേടിപ്പിടിച്ച് വായിക്കുന്നത് നന്നായി. ആദ്യത്തെ വരി ഇങ്ങനെയാണ്: അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. ആരാണ് അറിയപ്പെടാത്ത മനുഷ്യർ? പരപ്പനങ്ങാടിയിൽ ഈ യോഗത്തിൽ ഒത്തുകൂടിയിട്ടുള്ളവർ ഏതാണ്ട് എല്ലാവരും പരസ്പരം അറിയുന്നവരായി. എന്നാൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്കോ ഡൽഹിയിലേക്കോ പോയാലോ അവിടെ കണ്ടുമുട്ടുന്നവരിൽ നല്ലൊരു പങ്കും മുഖപരിചയം ഇല്ലാത്തവരായി. നിങ്ങൾ അമേരിക്കയിലേക്കോ ആഫ്രിക്കയിലേക്കോ പോയാലോ ഒരാളും പരിചിതരായിരിക്കും. ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി ചിതറിക്കിടക്കുന്ന 100 രാജ്യങ്ങളിൽ അധിവസിക്കുന്ന മനുഷ്യർ, ഈ ഭൂഗോളത്തിൽ അധിവസിക്കുന്ന കോടാനുകോടി വരുന്ന മനുഷ്യർ, അങ്ങനെ പല നിറമുള്ളവർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല സാംസ്കാരിക പൈതൃകങ്ങളെ പിൻപറ്റുന്നവർ, അങ്ങനെ വിവിധ രാജ്യങ്ങളിലായി വളരുന്ന മനുഷ്യർ, അവരൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? അപരിചിതരാണ്, അറിയാത്തവരാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള മനുഷ്യർ, വിവിധ രാജ്യങ്ങളിലെ മനുഷ്യർ, ആ മനുഷ്യരെല്ലാം എന്റെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന തോന്നൽ നീ എനിക്ക് നൽകി എന്നാണ്. ആരാണ് ഈ നീ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നെരൂദ എഴുതുന്നത് ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലെ അംഗത്തിന് നൽകുന്ന മനോഭാവം, കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ഈ ലോകത്തിലെ സകല മനുഷ്യരും നിന്റെ സഹോദരങ്ങളാണ് എന്നാണ്. അപ്പോ ആരും അന്യരല്ല, ആരും ശത്രുക്കളല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യരെല്ലാം കൂടപ്പിറപ്പുകളാണ് എന്ന് ചിന്തിക്കാൻ നമുക്കാവണം. ആ വിശ്വസാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് കവി അദ്ദേഹത്തിന്റെ ഭാവനാസമൃദ്ധമായ വാക്കുകളിൽ ആവിഷ്കരിച്ചു എന്ന് മാത്രമേ. ഇത് ലോകത്തിലെ എല്ലാ കവികളും പാടിപ്പുകഴ്ത്തിയ മാനവികതയുടെ രാഷ്ട്രീയമാണ്. ആഫ്രിക്ക എന്ന കവിതയിൽ മഹാനായ NV കൃഷ്ണവാര്യർ അദ്ദേഹം ഈ വിശ്വമാനവികതയെ മറ്റൊരു ഭാഷയിൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആവിഷ്കരിക്കുന്നു. ആഫ്രിക്കയിൽ അദ്ദേഹം എഴുതുന്നു: എങ്ങു മനുഷ്യനു ചെങ്കല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിടുകയാണ്. അങ്ങനെയാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുന്നത് എന്റെ പുറത്താകുന്നു. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യനെ ചെങ്ങലകളാൽ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്നത് എന്റെ കൈകളാണ്. അതാണ് അദ്ദേഹം ആഫ്രിക്കയിലെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. ഏതെങ്കിലും ഒരു ആഫ്രിക്കയിലെ ഒരു അടിമയുടെ മുതുകിൽ വെള്ളക്കാരന്റെ ചാട്ടവാർ ആഞ്ഞു വീശുമ്പോ, ആഞ്ഞു പതിക്കുമ്പോ അടികൊള്ളുന്ന കറുത്ത വർഗക്കാരൻ മാത്രമല്ല വേദനിക്കുന്നത്, ആ പ്രഹരമൊക്കെയും വീഴുന്നത് എന്റെ സ്വന്തം പുറത്താണ് എന്ന് കവി എഴുതുകയാണ്. ലോകത്തിൽ എവിടെയും ഒരു മനുഷ്യൻ വേദനിച്ച് വിലപിക്കുന്നുവെങ്കിൽ ആ വിലപിക്കുന്നത് എന്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളോട് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതാണ്. അതിനൊരു പ്രത്യയശാസ്ത്ര പുസ്തകവും മറച്ചു നോക്കേണ്ട കാര്യമില്ല. അടിച്ചമർത്തപ്പെടുന്ന ജനതയോടൊപ്പം, ചൂഷണം ചെയ്യുന്നവരോടൊപ്പം. അതുകൊണ്ടാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പട്ടികജാതിക്കാരന്റെ, പട്ടികവർഗക്കാരന്റെ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്നവന്റെ, മതന്യൂനപക്ഷത്തിൽപ്പെട്ടവന്റെ, സ്ത്രീകളുടെ, തൊഴിലാളിയുടെ, കർഷകന്റെ, അധസ്ഥിതന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചത് ചരിത്രത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവരണമെന്ന് തോന്നാൻ കാരണം എന്താ?
35 ലക്ഷം വരുന്ന മനുഷ്യർക്ക് ഒരു തുണ്ടും ഭൂമിയില്ല അന്ന് കേരളത്തിൽ. മരിച്ചുപോയാൽ മൃതശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമിയില്ല. അങ്ങനെ മൃതശരീരം മറവ് ചെയ്യാനാവാതെ കായലിൽ ഒഴുക്കി വിടേണ്ടി വന്ന നിർഭാഗ്യവാന്മാരുടെ അനുഭവത്തെ കുറിച്ച് തകഴിയും മറ്റു പലരും അവരുടെ നോവലുകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായിരുന്നു കാലം. നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. 57 EMS വരുന്നതിന് മുൻപ് ഐക്യകേരളമില്ല. പക്ഷേ അന്നുള്ള ഭരണ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് അല്ലേ? നമ്മളൊക്കെ മദ്രാസിന്റെ ഭാഗം, മദിരാശിയുടെ ഭാഗം കോൺഗ്രസ് ആയിരുന്നു. എന്തേ കൊടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നില്ല? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് 100 ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അത് ഈ മനുഷ്യ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മനുഷ്യ സ്നേഹ പ്രചോദിതമായ നിലപാടാണ് എല്ലാ വിഷയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട് വളരെ ഗൗരവമാർന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേരിട്ടത്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന ആശങ്കയായിരുന്നു രാജ്യത്തെമ്പാടും ഉണ്ടായിരുന്നത്. എന്തായിരുന്നു സാഹചര്യം? കശ്മീരിലെ പഹൽഗാമിൽ 26 സഹോദരങ്ങളെ ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലുന്നു. പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ. വിഭജനത്തിന് ശേഷം ഇന്നോളം പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അതിന്റെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ കേൾക്കുന്ന രാജ്യമാണ്. നിങ്ങൾ നോക്കൂ, 47-ൽ വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ മത റിപ്പബ്ലിക്കായിട്ടാണ് മാറുന്നത്. ഇന്ത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായാണ് മാറിയത്. ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലയാണ് പാകിസ്ഥാൻ രൂപം കൊള്ളുന്നത്. ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ കരുതി മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം അതൊരു വാഗ്ദത്ത ഭൂമിയായിരിക്കുമെന്ന് കരുതി. ധാരാളം ആളുകൾ സമ്പൽ സമൃദ്ധിയുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നുയിരുന്നു. പക്ഷെ എല്ലാവരും നിരാശപ്പെട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന മുസൽമാനെ സ്വന്തം സഹോദരങ്ങളായി കാണാൻ പാകിസ്ഥാനിലെ ജനങ്ങൾ തയ്യാറായില്ല. അവർ രണ്ടാം കിട പൗരന്മാരായി കണ്ടു. മുഹാജിർ ഖ്വാമി മൂവ്മെന്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിറവി ആ വിവേചനത്തിൽ നിന്നാണ്. ഡോക്ടർ അൽതാഫ് ഹുസൈൻ ആയിരുന്നു നേതാവ്. ഒരു ഘട്ടത്തിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം "We need the first grade citizenship of Pakistan" എന്നതായിരുന്നു. ഞങ്ങളെയും ഒന്നാം കിട പൗരന്മാരായി കാണണം അതായിരുന്നു. മതത്തിന്റെ പേരിൽ ഒരു രാജ്യമുണ്ടായാൽ അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ. അധികകാലം കഴിയുന്നതിന് മുൻപ് 2 കഷ്ണമായി പാകിസ്ഥാൻ മാറി. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടു. ഇപ്പോ കേൾക്കുന്ന വാർത്തകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു പ്രത്യേക രാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനകത്ത് അഭ്യന്തര സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. ആ സമരത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഞാനാളല്ല. പക്ഷേ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം എന്ന നിലപാട് സ്വീകരിച്ച് മതരാഷ്ട്രവാദം ഉയർത്തി പാകിസ്ഥാൻ രൂപീകരിച്ചിട്ടും സമ്പൽ സമൃദ്ധവും സമാധാനപൂർണവുമായ ഒരു ജീവിതം പാകിസ്ഥാനിലെ മുസൽമാന് നൽകാൻ പാകിസ്ഥാൻ ഗവൺമെന്റിന് സാധിച്ചില്ല. ആഭ്യന്തര കലഹങ്ങൾ, ഭീകരവാദം, പട്ടിണി, ദാരിദ്ര്യം ഉണറുകയാണ് പാകിസ്ഥാൻ. ഇവിടെ ഇന്ത്യയും മതരാഷ്ട്രമാക്കണം എന്നാണ് RSS പറയുന്നത്. ഒരിക്കലും മതരാഷ്ട്രമാകാൻ പാടില്ല എന്നതിന്റെ തെളിവാണ് പാകിസ്ഥാൻ. ഇന്ത്യ കൂടി മതരാഷ്ട്രമായാൽ എന്തായിരിക്കും സ്ഥിതി? പാകിസ്ഥാനിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം മതരാഷ്ട്രമായല്ല, മതനിരപേക്ഷ രാഷ്ട്രമായാണ് നിലയുറപ്പിക്കേണ്ടത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മത റിപ്പബ്ലിക്കിനല്ല, മതനിരപേക്ഷ രാഷ്ട്രത്തിനാണ് കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഭീകരവാദികൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക്, കശ്മീരിലേക്ക്, മറ്റ് പലയിടത്തേക്കും കടന്നു വരും. അവർ
കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്തു. ഇത് എത്ര കാലമായി തുടങ്ങി? എല്ലാവരും പറയുന്നുണ്ടല്ലോ ഗവൺമെന്റിന്റെ നടപടികൾക്ക് പിന്തുണ കൊടുക്കണം. കൊടുത്തു, അത് ആ ഘട്ടത്തിൽ കൊടുക്കേണ്ടതാണ്. ഇപ്പോ സാഹചര്യം മാറി. സ്വാഭാവികമായി വർത്തമാനകാല ഇന്ത്യയിൽ ഉയരേണ്ട ചോദ്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും മികവുറ്റ സൈന്യങ്ങളിലൊന്ന് ഇന്ത്യയുടെ സൈന്യമാണ്. എന്തുകൊണ്ട് ഭീകരവാദത്തെ അടിച്ചമർത്താനാവുന്നില്ല? ഒരു പഴയ നവംബർ 8 നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. 1000-ന്റെയും 500-ന്റെയും നോട്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രധാനമന്ത്രി നിരോധിച്ചപ്പോ പ്രധാനമന്ത്രിയും താഴേക്കിടയിലുള്ള RSSകാരൻ വരെ അന്ന് ഇന്ത്യയോട് പിന്നെയും പിന്നെയും ആവർത്തിച്ചു പറഞ്ഞ ന്യായം എന്തായിരുന്നു? ഇതോടുകൂടി ഭീകരവാദം അവസാനിച്ചു അല്ലേ? നോട്ട് നിരോധനത്തോടെ ഭീകരവാദികൾ തുലഞ്ഞുപോകും. ഇത് കേട്ടാ തോന്നുന്നു 1000-ന്റെ 500-ന്റെ നോട്ടാണ് ഇന്ത്യയിൽ ഭീകരവാദത്തിന്റെ കാരണം. എന്താ കാരണമെന്ന് നമുക്ക് മനസ്സിലായില്ല. അവർ ആവർത്തിച്ചു പറഞ്ഞു 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധനത്തോടെ ഇന്ത്യയിൽ ഭീകരവാദികൾ വെള്ളം കുടിക്കും, ഇല്ലാതാവും, ഭീകരവാദം പുടച്ചു നീങ്ങിയോ. അതിനുശേഷം എന്തൊക്കെ ഈ നാട് കണ്ടു? ഒരു സംഘർഷം പുകയുന്ന സമയത്ത് സാമാന്യമായ മര്യാദയുടെ പേരിൽ മൗനം അവലംബിച്ചു എന്ന് കരുതി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രസക്തമായ ചോദ്യങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവെന്ന് ആരും കരുതരുത്. പഹൽഗാമിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. പഹൽഗാമിന്റെ ചുറ്റുവട്ടങ്ങളിലായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കൊച്ചു കൊച്ചു താഴ്വരകളുണ്ട്. അതാണ് ബദാം വാലി, ആരോ വാലി, ബൈസരൺ വാലി, ചന്ദൻവാടി എന്നൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു പ്രദേശം. ബദാം വാലി എന്ന് പറഞ്ഞാൽ പഴയ ബദാം എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചത് അവിടെ വെച്ചാണ്. അതിസുന്ദരമായ ഭൂപ്രദേശമാണ്. ഇവിടങ്ങളിലേക്ക് നൂറുകണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ കടന്നുവരും. നിങ്ങൾ ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ കടന്നു പോകുന്ന ഓരോ ഗ്രാമങ്ങളിലും കുങ്കുമപ്പാടങ്ങളുടെ പാമ്പോറയും അവന്തിപ്പോറയും ഗോറിപ്പോറയും പുൽവാമയും അനന്തനാഗുമെല്ലാം കടന്ന് നിങ്ങൾ പഹൽഗാമിലെത്തുമ്പോൾ ഓരോ 100 മീറ്റർ ഇടവിട്ടും സായുധരായ സൈനികർ നിൽക്കുന്നത് കാണാം. റോഡ് സൈഡിലെല്ലാം സൈനികരുടെ സജീവമായ സാന്നിധ്യം അവിടെയെല്ലാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വിനോദസഞ്ചാരികൾ ആകർഷിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലും സൈന്യമുണ്ട്. എല്ലാം കൊച്ചു കൊച്ചു തുരുത്താണ്. ഒന്ന് നോക്കിയാൽ നമ്മുടെ ദൃഷ്ടി പരിധിയിൽപ്പെടുന്ന ചെറിയ തുരുത്തുകളാണെല്ലാം. അവിടെ എല്ലാം സൈന്യമുണ്ട്. എന്തിനാണ് സൈന്യം അവിടെയൊക്കെ നിൽക്കുന്നത്? പഹൽഗാമിൽ കടന്നു വന്ന വിനോദസഞ്ചാരികളെ, വിദേശ വിനോദസഞ്ചാരികളെ മുൻപൊരിക്കൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഭീകരർ. ഓരോരുത്തരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഭീകരവാദികൾ കടന്നു വന്ന് പഹൽഗാമിൽ നിന്നും വിദേശ വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് നല്ല ജാഗ്രത സൈന്യത്തിന്റെ എപ്പോഴും ഓടെയുള്ള. ഇത്തവണ ഭീകരർ കൂട്ടക്കൊല നടത്തിയ ബൈസരൺ വാലി, ആ സ്ഥലത്തിന്റെ പ്രത്യേകത ചന്ദൻവാടിയിലും ബദാവാലിയിലും എല്ലാം നിങ്ങൾക്ക് കാറിൽ പോകാൻ പറ്റും. പക്ഷെ ഈ സ്ഥലത്തേക്ക് കാറിൽ പോകാൻ പറ്റില്ല. കുറെ ദൂരം അതീവ ദുഷ്കരമായ പാതയിലൂടെ നടക്കണം, അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് പോകണം. കാറും മറ്റു വാഹനങ്ങളും പോകില്ല. അവിടെയാണ് 26 പേരെ വെടിവെച്ച് കൊന്നു. എന്ന് വെച്ചാൽ ഈ ഭീകരവാദികളും ഇതേപോലെ നടന്നിട്ടാണ് വന്നത്. വേറെ മാർഗമില്ല. അല്ലെങ്കിൽ കുതിരപ്പുറത്തായി കൊന്ന ശേഷം അതേപോലെ തിരിച്ചു പോവുകയും ചെയ്യും. ഇതാരുടെ പരാജയം? ഒരൊറ്റ സൈനികൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സുരക്ഷാ വീഴ്ചക്കാരും മറുപടി പറയും. മുൻപ് വിദേശ വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ അനുഭവം ഉണ്ടായിരുന്ന, സൈന്യത്തിന്റെ നിതാന്ത ജാഗ്രതയുണ്ടായിരുന്ന ആ പ്രദേശത്ത് അന്ന് സൈന്യമില്ലാതെ പോയത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിന് മറുപടി പറയും. ഇപ്പോ സൈനിക നടപടികൾക്ക് ശേഷവും
ഭീകരവാദികൾ എവിടെ? അവരെ ഇന്ത്യക്ക് കൈമാറണം എന്ന ആവശ്യം മുൻപോട്ട് വെക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചുവോ? ഈ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? വെടിനിർത്തലിലേക്ക് രാജ്യം പോയി, സമാധാനം, നല്ലത്. പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആശ്വാസം. പക്ഷെ ട്രംപ് പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ്. ഏത് ട്രംപ്? ഇന്ത്യയുടെ തീരുമാനമെടുക്കാൻ ആര് ചുമതലപ്പെടുത്തി ട്രംപിനെ? ഇതിനു മുൻപ് ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അമേരിക്ക ഇടപെടാൻ വന്നപ്പോ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതിനെ അനുവദിച്ചിട്ടില്ല. ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ന് വരെ നമ്മൾ അനുവദിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് എല്ലാ തർക്കങ്ങളും എന്ന നിലപാടാണ് നമ്മുടെ. 47 മുതൽ നമ്മൾ പിന്തുടരുന്ന നിലപാട് അതാണ്. മധ്യസ്ഥത ചമഞ്ഞ് മറ്റൊരു ശക്തിയും ഇതിനിടയിലേക്ക് കടന്നു വരാൻ നമ്മൾ അനുവദിച്ചിട്ടേയില്ല. ഇപ്പോ അതും കേൾക്കും. അത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നതേയില്ല. ഇതെല്ലാം ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ നാട് ശക്തമായി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ എല്ലാം നാട്ടിൽ ഒരു യുദ്ധജ്വരം വല്ലാതെ പടർന്നു പിടിക്കുന്നു. സമൂഹത്തിലാകെ ഒരു യുദ്ധജ്വരം പടർന്നു പിടിക്കുന്നു. ആ യുദ്ധാസക്തിയുടെ മുന്നിൽ മാധ്യമങ്ങളും നവമാധ്യമങ്ങളിലെ യുദ്ധഭ്രാന്തന്മാരുമാണ് അണിനിരക്കുന്നത്. ചില ദിവസങ്ങളിൽ ടെലിവിഷൻ ചാനൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടു എന്ന നിലയിലാണ് വാർത്ത അവതരണം നടന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ദീപക് പനാഭനെ യാദൃശ്ചികമായി ആ സമയത്ത് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ടി വി കാണലും നിർത്തി. ടി വി കാണുന്നത് നിർത്തി. പല മനുഷ്യരും ആ തീരുമാനം കൈക്കൊണ്ടു. എന്താ കാരണം? ഒരു വള്ളംകളി മത്സരം നടക്കുന്നത് പോലെ, ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് പോലെ, ഒരു ക്രിക്കറ്റ് മാച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ യുദ്ധത്തെ, പ്രഖ്യാപിക്കാത്ത യുദ്ധത്തെ, യുദ്ധം നടന്നിട്ടില്ല, ചില സൈനിക നടപടികളാണ്. ഭീകരരുടെ സൈനിക താവളങ്ങൾ, പരിശീലന ക്യാമ്പുകൾ, ഇന്ത്യൻ സൈന്യം ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മാർക്ക് ചെയ്ത് അവിടെ മാത്രം ആക്രമണം നടത്തുകയാണ്. പാകിസ്ഥാൻ ജനങ്ങളുടെ നേരെയല്ല, സൈനിക താവളങ്ങളുടെ നേരെയല്ല, ഭീകരവാദികളുടെ പരിശീലന ക്യാമ്പിൽ മാത്രം. അത് നിയന്ത്രിതമായ ഒരു അറ്റാക്ക്. അതിനെ സൈനിക നടപടി എന്ന് പറയും. അത് യുദ്ധമല്ല. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചില്ല, പക്ഷെ ചാനലുകൾ പ്രഖ്യാപിച്ചു. ഒരു ചാനൽ നിരന്തരം എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ്. വാർ ബ്രേക്കിംഗ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കാണ് യുദ്ധം. ആര്? ടെലിവിഷൻ ചാനലിലെ റിപ്പോർട്ടർ. ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട്, തേങ്ങയോടൊക്കെ സാമ്യം, ക്ഷമിക്കാൻ വയ്യ, കാത്തു നിൽക്കാൻ വയ്യ. നിങ്ങളിപ്പോ യുദ്ധം ചെയ്യും പറഞ്ഞിട്ട് ചെയ്യുന്നില്ല, എന്നാ പിന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ആ ചാനൽ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി. എന്തൊരു അക്രമമാണ് നിങ്ങൾ ആലോചിച്ചു. അതിർത്തിയിലെ ചില വിമാനത്താവളങ്ങൾ, അതിർത്തി സംസ്ഥാനങ്ങളിലെ ചില വിമാനത്താവളങ്ങൾ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചു. സ്വാഭാവികം. നമ്മുടെ രാജ്യത്ത് എത്ര വിമാനത്താവളമുണ്ട്? ഈ കൊച്ചു കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ട്, ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു എന്നൊക്കെ പറയുകയാണ്. ഓരോരുത്തരും അവരവരുടെ വായിൽ തോന്നുന്നു വിളിച്ചു പറയുക. ഇപ്പൊ തന്നെ യുദ്ധം വേണം എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുക. നവമാധ്യമങ്ങളിൽ അതിനുവേണ്ടിയുള്ള ആരവം ഉയരുകയാണ്. യുദ്ധത്തിന് വേണ്ടി ആസക്തിയോടെ കാത്തിരിക്കുന്ന യുദ്ധോന്മാദികളായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ആളുകൾ മാറുന്നു. എന്തൊരു ഘട്ടമാണ്! ലോകത്തിലേതെങ്കിലും യുദ്ധം ദുരിതമല്ലാതെ മറ്റെന്തെങ്കിലും സമ്മാനിച്ചിട്ടുണ്ട്? ചിലർ പറയുന്നു സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്തിട്ടില്ലേ, അങ്ങനെയല്ലേ ഹിറ്റ്ലറെ തോൽപ്പിച്ചത്. അപ്പൊ പിന്നെ യുദ്ധത്തിന് എന്താ തയ്യാറാണ്? ഉണ്ട്. യുദ്ധമെന്ന് കേട്ട ഉടനെ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് കടന്നിയല്ലേ അല്ലേ ചെയ്തത്? 2ാം ലോക യുദ്ധത്തെ കുറിച്ചാണ് ചിലത് പറയുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചരിത്ര പാഠപുസ്തകത്തിൽ എന്താണ് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് പറയുന്നത്? 2ാം ലോക മഹായുദ്ധം അല്ലേ?
PSC പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നവർ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്ന് അവസാനിച്ച വർഷം ഏതെന്നൊക്കെ പഠിക്കും. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇപ്പോ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് കുറഞ്ഞു. ഇപ്പൊ അങ്ങനെ ആരും പറയാറില്ല. ഇപ്പൊ രണ്ടാം ലോക യുദ്ധം എന്നേ പറയാറുള്ളൂ. ചിലപ്പോഴും രണ്ടാം ലോക മഹായുദ്ധം എന്നൊക്കെ പറയും. അത് പഴയ ശീലം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ശരിക്കും അങ്ങനെ ഒരു പ്രയോഗം ഇപ്പൊ ഇല്ല. സെക്കൻഡ് വേൾഡ് വാറിന്റെ മലയാള പരിഭാഷയാണല്ലോ. അപ്പോ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധം. ഈ മഹാ എവിടുന്ന് വന്നു? പണ്ടാരോ തർജ്ജമ ചെയ്തപ്പോ യുദ്ധത്തിന്റെ വ്യാപ്തിയെ സൂചിപ്പിക്കാൻ, അത്രമാത്രം വലിയതായിരുന്നു യുദ്ധം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത്. എന്നാൽ കാലം പോകെ പോകെ മനുഷ്യന്റെ ബോധം വികസിച്ചപ്പോ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും യുദ്ധത്തിന്റെ കൂടെ മഹാ എന്ന വാക്ക് ഉപയോഗിക്കണ്ട എന്ന്. അങ്ങനെ ഉപയോഗിച്ചാൽ യുദ്ധം മഹത്തരമാണ് എന്ന തോന്നലുണ്ടായാലോ, അതുകൊണ്ട് മഹായുദ്ധം വേണ്ട, യുദ്ധം മതി. അതിന്റെ ഭാഗമായി ഇപ്പോ എഴുത്തുകുത്തുകളിൽ, ലേഖനങ്ങളിൽ, കാര്യങ്ങളിലൊക്കെ രണ്ടാം ലോക യുദ്ധം എന്നേ ഉപയോഗിക്കുന്നുള്ളൂ. അത് മനുഷ്യരാശിയുടെ വളർച്ചയുടെ ഭാഗമായി ഭാഷയുടെയും പ്രയോഗങ്ങളുടെയും മണ്ഡലത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഉടനെ തന്നെ സോവിയറ്റ് യൂണിയൻ ആ യുദ്ധത്തിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു ചെന്നതല്ല, മറിച്ച് യുദ്ധത്തിൽ ഞങ്ങളില്ല എന്നാണ്. സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നവർ ആ ചരിത്രം കൂടി കാണണം. ഞങ്ങൾ ഈ യുദ്ധത്തിനില്ല, അതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നിലപാട്. സോവിയറ്റ് യൂണിയന്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന മൊളോട്ടോവ് ജർമ്മൻ വിദേശകാര്യമന്ത്രിയായിരുന്ന റിബൻട്രോപ്പുമായി ഒരു സന്ധി സംഭാഷണം നടത്തി, ഒരു കരാർ ഒപ്പിട്ടു. ആ കരാറിന്റെ പേരാണ് മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട്. അങ്ങനെയാണ് പറയുന്നത്. ചിലരതിന് സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് എന്നും പറയും, ചിലർ സോവിയറ്റ് ജർമ്മൻ പാക്ട് എന്നും പറയും. എല്ലാം ഒന്ന് തന്നെ. ഒപ്പിട്ടത് മൊളോട്ടോവും റിബൻട്രോപ്പുമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആക്രമിക്കാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അനാക്രമണ സന്ധി, സമാധാന കരാർ, പരസ്പരം ആക്രമിക്കാൻ പാടില്ല, അതാണ് ഒപ്പിട്ടത്. പിന്നെ എപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ ഇറങ്ങിയത്? സമാധാന സന്ധിക്ക് പുല്ലുവില കൊടുക്കാതെ ഹിറ്റ്ലർ ഏകപക്ഷീയമായി സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് ആയിരക്കണക്കിന് സോവിയറ്റ് പൗരന്മാരെ കൊന്ന് ആ മണ്ണ് പിടിച്ചെടുക്കാനായി കടന്നു വന്നപ്പോ യുദ്ധമല്ലാതെ പോംവഴിയില്ല, യുദ്ധത്തിലേക്ക് ചെന്നു. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് കടന്നു പോകുന്നത്. 1939 സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുമ്പോ അതിലുള്ള രാജ്യമല്ല സോവിയറ്റ് യൂണിയൻ. ഇത്തരമൊരു ഘട്ടത്തിൽ രാഷ്ട്രം അടിമ രാഷ്ട്രമായി മാറും എന്ന ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ, മറ്റു പോംവഴികളില്ലാതെ യുദ്ധത്തിലേക്ക് കടന്നു വന്നതാണ് സോവിയറ്റ് യൂണിയൻ. ആ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ജയിച്ചു, ഹിറ്റ്ലർ തോറ്റു. കാമുകിക്ക് വിഷം നൽകി കൊന്ന ശേഷം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. കൊട്ടാരത്തിന്റെ മുകളിൽ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത റഷ്യൻ ചെമ്പതാക, റഷ്യൻ യങ് റെഡ് ഗാർഡ് ആയിരുന്ന അബ്ദുൽ ഹക്കീം ഇസ്മയിലോവ് ഉയർത്തുന്ന കാഴ്ച കണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഹിറ്റ്ലർക്ക്. പക്ഷേ ജർമ്മനിയെ തോൽപ്പിച്ച് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ എന്താ ചെയ്തത്? അപ്പൊ വിജയശ്രീലാളിതമായ രാഷ്ട്രമായി മാറി സോവിയറ്റ് യൂണിയൻ. സ്റ്റാലിനെ ലോകമാകെ ആദരിച്ചു, ജർമ്മനിയെ പിടിച്ചടക്കി. ശരി, ഇനി ഓരോരോ രാജ്യങ്ങളെ അങ്ങ് കീഴ്പ്പെടുത്തി കളയാം എന്ന് യുദ്ധവെറിയോടെ തീരുമാനിക്കുകയാണോ സ്റ്റാലിൻ ചെയ്തതല്ല. സോവിയറ്റ് യൂണിയന്റെ മുൻകൈയിൽ ഉടനെ രൂപീകരിക്കപ്പെട്ടു ലോക സമാധാന കൗൺസിൽ. അതാണ് ചെയ്യുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത. വേൾഡ് പീസ് കൗൺസിൽ. വേൾഡ് പീസ് കൗൺസിൽ എന്നാൽ സർവ നിരായുധീകരണം എന്ന മുദ്രാവാക്യം ആദ്യം മുന്നോട്ട് വെച്ചത് വേൾഡ് പീസ് കൗൺസിലാണ്. സാർവത്രിക നിരായുധീകരണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഇല്ലാതാക്കണം. ലോക സമാധാനം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് വേൾഡ് പീസ് കൗൺസിലാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വേൾഡ് പീസ് കൗൺസിലിന്റെ ഭാഗമായി സമാധാന പ്രസ്ഥാനം നിലവിൽ വന്നു. ഇന്ത്യയിൽ നിലവിൽ വന്ന സമാധാന പ്രസ്ഥാനത്തിന്റെ പേരാണ് AIPSO, ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അതിന്റെ ഭാഗമാണ്. ലോക സമാധാനം എന്ന മുദ്രാവാക്യമാണ് രണ്ടാം ലോക യുദ്ധാനന്തരം
സോവിയറ്റ് യൂണിയൻ ഉയർത്തിയത്, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിയത്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക, അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. എല്ലാ കാലത്തും മനുഷ്യരെ കൊന്നുതള്ളുന്ന, സാമ്രാജ്യത്വ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന യുദ്ധത്തിൽ അണിനിരക്കുക എന്നതല്ല. ഇപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യുദ്ധം ആരുടെ താല്പര്യമാണ്? ലോകത്തിലെ പല രാജ്യങ്ങളും അവരുടെ വാർഷിക ബജറ്റിൽ ഗണ്യമായ തുക നീക്കിവെക്കുന്നത് യുദ്ധോപകരണം വാങ്ങാനാണ്. തോക്ക്, ബോംബ്, പോർവിമാനങ്ങൾ, അത്യന്താധുനിക യുദ്ധ സാമഗ്രികൾ ഇത് വാങ്ങാനാണ്. അതാരാണ് നിർമ്മിക്കുന്നത്? ഒട്ടുമിക്ക രാജ്യങ്ങളും നിർമ്മിക്കുന്നു. പക്ഷെ ആയുധ കമ്പോളത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാർ അത് അമേരിക്കയാണ്. ലോകത്തിൽ എവിടെ യുദ്ധമുണ്ടായാലും അമേരിക്കയ്ക്ക് ലാഭമാണ്. അമേരിക്കൻ സമ്പദ്ഘടന നിലനിൽക്കുന്നത് തന്നെ ആയുധ വ്യവസായത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുൻപ് ഒരു ലേഖനത്തിൽ വായിച്ചതായി ഓർക്കുന്നത്, അമേരിക്കൻ ദേശീയ വരുമാനത്തിന്റെ 39% മറ്റോ ലഭിക്കുന്നത് ആയുധ കച്ചവടത്തിൽ നിന്നാണ് എന്നാണ്. ഒരു രാജ്യത്തിന്റെയും സമ്പദ്ഘടന മുഖ്യമായും ആശ്രയിക്കുന്ന ചില മേഖലകളുണ്ടാകും. ഇപ്പൊ ഇന്ത്യൻ സമ്പദ്ഘടന എന്തിനെയാണ് ആശ്രയിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ കാർഷിക രാജ്യമാണെന്നാണ് വെയ്പ്പ്. അപ്പൊ കൃഷിയാണ് മുഖ്യം. മറ്റു ചില മധ്യേഷ്യൻ രാജ്യങ്ങൾ, വെനസ്വല പോലെയുള്ള രാജ്യങ്ങളൊക്കെയോ എണ്ണയാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതിനെ ആശ്രയിച്ചാണ്. ഇറാൻ പ്രകൃതിവാതകത്തെ ആശ്രയിച്ചാണ്. അമേരിക്കയോ ആയുധ കച്ചവടത്തെ ആശ്രയിച്ചാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൗഹാർദ്ദമായി എന്ന് കരുതുക, ഭയങ്കര സൗഹാർദ്ദം. അതിർത്തിയിൽ എന്നും ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും ചായ കുടിച്ച് പിരിയുകയാണെന്ന് കരുതുക. അപ്പൊ പിന്നെ നമുക്ക് വലിയ പടക്കോപ്പുകളുടെ വെടിക്കോപ്പുകളുടെ ആവശ്യമൊന്നുമില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തികളിൽ സമാധാനമാണ് എന്ന് കരുതുക. കരുതുന്ന അത്ര എളുപ്പമുള്ളതല്ല യാഥാർത്ഥ്യം. പക്ഷെ സങ്കല്പിക്കുക, ലോകം മുഴുവൻ സമാധാനത്തിന്റെ 100 പൂക്കൾ വിടരുന്നു. ആരും അതിർത്തികൾ ഭേദിക്കുന്നില്ല, ആരും ആരെയും കൊല്ലുന്നില്ല. രാജ്യങ്ങളെല്ലാം സൗഹാർദ്ദത്തിൽ, സാഹോദര്യത്തിൽ മുൻപോട്ട് പോകുന്നു. അന്ന് കടപൂട്ടുന്നത് അമേരിക്കയുടെയാണ്. അന്ന് മുതൽ അമേരിക്ക പട്ടിണി രാജ്യമായി മാറി. പിന്നെ ഇവന്റെ തോക്കും ബോംബും വിമാനവും ആര് വാങ്ങാൻ പറ്റും? അതുകൊണ്ടോ ലോകത്തിൽ ഒരിക്കലും ശാശ്വത സമാധാനം ഉണ്ടാകരുതെന്ന്, രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം നീറി പുകയണമെന്ന്, ഇടയ്ക്കിടെ വെടിവെപ്പുകളും ആക്രമണങ്ങളും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്ന ലോകത്തിലെ 1ാമത്തെ രാജ്യം അമേരിക്കയാണ്. കാരണം അവന്റെ കഞ്ഞിമുടി മുട്ടാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടെ പലയിടങ്ങളിലായി സംഘർഷങ്ങൾ ഉണ്ടായേ പറ്റും. അതാണ് യുദ്ധത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം. അങ്ങനെ യുദ്ധമോഹം എന്നത് സാമ്രാജ്യത്വത്തിന്റെ മോഹമാണ്, ആയുധ വിപണിയുടെ മോഹമാണ്. പാവപ്പെട്ട രാജ്യങ്ങൾ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണിക്ക് പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ ആരായുന്നതിന് പകരം അദൃശ്യമായ ശത്രുവിനെ വകവരുത്തുന്നതിന് വേണ്ടി ആയുധങ്ങൾ കുമിഞ്ഞുകൂട്ടുകയാണ്, വാങ്ങിക്കൂട്ടുകയാണ്. ആയുധങ്ങളുടെയൊക്കെ വില മോഹവിലയാണ്. ഞാനിപ്പോ ഇതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇപ്പൊ വിവരങ്ങളെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണ്. നിങ്ങൾ സ്വയം ഒരു പരിശോധന നടത്തുക. ഒരു പോർ വിമാനത്തിന്റെ വില എത്രയാണ്? ഒരു മിസൈലിന്റെ വില എത്രയാണ്? ഒരു ഡ്രോണിന്റെ വില എത്രയാണ്? നമ്മൾ ഞെട്ടിപ്പോകും. 10,000 കോടി രൂപയാണ് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളും ചെലവഴിക്കുന്നത്. ശാശ്വതമായ സമാധാനം ഉണ്ടായാൽ പട്ടിണി തുടച്ചു നീക്കാൻ കഴിയും. ആ സമാധാനത്തിന്റെ ശത്രു ആയുധ കച്ചവടക്കാരാണ്, സാമ്രാജ്യത്വമാണ്, അമേരിക്കയാണ്. മുതലാളിത്തത്തിൻ്റെതാണ് സകല യുദ്ധങ്ങളും. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കേണ്ട പാഠമാണ്. അപ്പൊ ചിലർ ചോദിക്കും, ഗത്യന്തരമില്ലാത്ത ഘട്ടം വന്നപ്പോ സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്തില്ലേ? അപ്പൊ ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടം ഇപ്പൊ നമുക്കും വന്നില്ല, അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് യുദ്ധം പ്രഖ്യാപിക്കാതിരുന്നത്. ഇന്ത്യയിലെ ഗവൺമെന്റ് തീരുമാനിച്ചത് പാകിസ്ഥാൻ താവളമാക്കിയ ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കണമെന്നാണ്. പാകിസ്ഥാനോട് യുദ്ധം പ്രഖ്യാപിക്കണമെന്നല്ല. അതാണ് സൈനിക നടപടി. ആ സൈനിക നടപടിക്ക് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും പിന്തുണവും. അതാണ് നാം കാണേണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതിൽ പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയും മാറി നിന്നില്ല, ഒരേ നിലപാട് സ്വീകരിച്ചു. സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ കൊടുത്തു. കാരണം ഭീകരവാദം തുടച്ചു നീക്കേണ്ടതാണ്. നാളെ അത്തരമൊരു ഭീഷണി ഉണ്ടാവാൻ പാടില്ല. പാകിസ്ഥാന്റെ മണ്ണിനെ
ഭീകരവാദത്തിന്റെ മണ്ണാക്കി മാറുന്നത് നിസ്സഹായമായി കണ്ടു നിൽക്കാനും പാടില്ല. അത് തകർക്കപ്പെടേണ്ടതാണ്. എല്ലാവരും പിന്തുണ കൊടുത്തല്ലോ, ഒരാക്ഷേപം ആർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന്റെ അർത്ഥം ഉടനെ ഒരു യുദ്ധം വേണമെന്ന ആഗ്രഹമാണ് ഈ പിന്തുണ എന്നാണോ? അല്ല, അങ്ങനെ. ഇനി അനിവാര്യമായ ഒരു ഘട്ടത്തിൽ യുദ്ധം വേണ്ടി വന്നു എന്ന് കരുതുക. ഇപ്പൊ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടാൽ ഇപ്പോ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ആക്രമണമല്ല, അതൊക്കെ ഒരു നിയന്ത്രിത സ്വഭാവമുണ്ട്. അതിനപ്പുറത്തേക്ക് ശരിയായൊരു യുദ്ധം വന്നാലോ ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അത് യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതാണ്. അപ്പൊ യുദ്ധം അനിവാര്യമായി മാറും. പക്ഷെ അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നാലും നമ്മുടെ സ്വപ്നം സമാധാനമായിരിക്കണം, സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കണം. അനിവാര്യമായ യുദ്ധവും യുദ്ധാസക്തിയും ഒന്നല്ല. അതാണ് പ്രശ്നം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സവിശേഷകരമായ സാഹചര്യങ്ങളാണ്. ചില രാജ്യങ്ങളെ അനിവാര്യമായ യുദ്ധത്തിലേക്ക് എടുത്തെറിയും. പക്ഷെ അങ്ങനെ വരുമ്പോഴും സമാധാനത്തിനു വേണ്ടി ദാഹിക്കുന്നവരായിരിക്കണം മനുഷ്യർ. യുദ്ധത്തിന് വേണ്ടി ആയിരിക്കരുത് മനുഷ്യന്റെ ആസക്തി, സമാധാനത്തിന് വേണ്ടിയായിരിക്കണം. അതൊരു മനോഭാവമാണ്. കാരണം യുദ്ധത്തിൽ വിജയികളില്ല എന്നതാണ്. ഹിറ്റ്ലറെ തോൽപ്പിച്ച് സോവിയറ്റ് യൂണിയൻ ജയിച്ചപ്പോ സോവിയറ്റ് യൂണിയന് നഷ്ടപ്പെട്ടത് 2.5 കോടി മനുഷ്യരുടെ ജീവനായിരുന്നു. 2.5 കോടി മനുഷ്യർ. കേരളത്തിലെ ആകെ ജനസംഖ്യ 3.25 കോടി എന്നല്ലേ പറയും. അപ്പൊ 2.5 കോടി, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 2.5 കോടി മനുഷ്യരുടെ ജീവൻ കൊടുത്താണ് സോവിയറ്റ് യൂണിയൻ യുദ്ധം ജയിച്ചത്. സത്യത്തിൽ യുദ്ധത്തിൽ ജയിക്കുന്നത് മരണമാണ്, പരാജിതർ മനുഷ്യരും എന്നാരോ പറഞ്ഞിട്ടുണ്ട്. അതാണല്ല യുദ്ധം. യുദ്ധം സൃഷ്ടിക്കുന്നത് അരാജകത്വവും ക്ഷാമവും പട്ടിണിയും സർവനാശവുമാണ് എന്ന് ലോകം ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്ത് ആണവായുധ ശക്തികളാണ് ലോകത്തിലെ ചില രാജ്യങ്ങൾ. ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണ്. 1945 ശേഷം ലോകത്തെവിടെയും ആണവായുധം പ്രയോഗിച്ചിട്ടില്ല. പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? എത്ര യുദ്ധങ്ങൾ പിന്നീട് ഉണ്ടായി. ആ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങൾ തന്നെയും പരമാവധി അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരാണവായുധം ഉപയോഗിച്ചാൽ, അണുബോംബിട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയുന്നതിന് മുൻപ് ലക്ഷങ്ങൾ മരിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു. നിസ്സഹായരായ മനുഷ്യർ, യുദ്ധം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ശ്മശാനമായി മാറും. ഒരു രാജ്യം തന്നെ ശ്മശാനമായി മാറി. അത്രമാത്രം ഭയാനകമായ അപകടമാണ് യുദ്ധാനന്തരം സംഭവിക്കുക എന്നതുകൂടി യുദ്ധാസക്തിയുള്ളവർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരം ചിന്തകളിലേക്കൊന്നും കടക്കാതെ യുദ്ധോന്മാദം മാനസികാവസ്ഥ അപകടത്തിലാക്കിയിട്ടുള്ള ചില ആളുകൾ, അവർക്ക് മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, മനുഷ്യത്വമൊന്നുമില്ല. അത്തരം ആളുകളാണ് യുദ്ധത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ടത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര അതിർത്തി തർക്കങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ? അതിർത്തികളെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്നത്, അടുത്തടുത്ത വീട്ടുകാർ തമ്മിലുള്ള തർക്കങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, സംഘർഷങ്ങൾ, ചിലത് കൊലപാതകങ്ങളിൽ കലാശിക്കുന്നു. ഈ കാലഘട്ടത്തിലും അതെല്ലാം അഭികാമ്യമാണോ എന്ന് ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടതാണ്. സാഹോദര്യത്തോടെ ഏത് പ്രശ്നത്തെയും സമീപിക്കാൻ, സൗഹൃദപരമായി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നാം നിരന്തരം ഇടപെടുന്ന മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ് എന്ന ബോധ്യത്തോടു കൂടി ഇടപെടാനും കഴിയുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്, വളർന്നു വരേണ്ടതാണ്. ചരിത്രത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മനുഷ്യത്വമുള്ളവരായി സകല മനുഷ്യരെയും പരിവർത്തനം ചെയ്തെടുക്കുക എന്നതുകൂടി ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. അത്തരം നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴെന്തായാലും 2 രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി, യുദ്ധഭീതി അകന്നു. എന്നാൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഭീകരതയ്ക്കെതിരായ സമരം ശക്തമായി തുടരേണ്ടതുണ്ട്. ഒപ്പം സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ, ഭീകരരെ അമർച്ച ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യത്തിൽ, അമേരിക്കയുടെ ഇടപെടലിന് വഴങ്ങിക്കൊടുത്ത കാര്യത്തിൽ, തുടച്ചു നീക്കി ഭീകരവാദമെന്ന നോട്ട് നിരോധനത്തിന്റെ കാലത്തെ
യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അവകാശവാദത്തിന്റെ പൊള്ളത്തരങ്ങൾ, ഇതെല്ലാം നമ്മുടെ രാജ്യം സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഭരണകർത്താക്കൾ അതിന് മറുപടി പറയേണ്ടതായിട്ടും ഉണ്ട്. ഈ കാര്യങ്ങൾ കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം സംസാരിച്ചു പോയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോ ഞാൻ കടന്നു പോകുന്നില്ല. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെയുണ്ട്. ഒരിക്കൽ കൂടി സഖാവിന്റെ പാലറ്റിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദം. സിദ്ദിഖ്